ഇത് ഈ കൈ കൊണ്ട് ഇങ്ങനെ അടിയില്ലേ അതിന്റെ ചോപ്പുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അച്ഛന് കണ്ണു നോക്കാറില്ല അതന്നെ. കണ്ണിന് ചൊറിച്ചിരുന്നല്ലേ ഇത് പ്രശ്നമുള്ള അച്ഛാ. എനിക്ക് അടുത്തുള്ള സാധനങ്ങളൊക്കെ നല്ലോണം ക്ലിയർ ആയിട്ട് കാണാം. അകലുള്ളത് മാത്രം മങ്ങലുള്ളൂ. കണ്ണട വെച്ച കുറെ കുട്ടികളുടെ പഴങ്ങളാ നല്ല ഭംഗിയായിട്ടില്ലേ? അച്ഛൻ ഏത് മാങ്ങ അറിയാമോ? അയ്യത് പച്ച മാങ്ങ വെച്ചാ പക്ഷെ കണ്ടൂടാ മങ്ങിയാണ് കാണാൻ കാണല്ലേ പൊട്ട അവളുടെ പറഞ്ഞു കാഴ്ച കുറവാണെന്ന്. അപ്പൊ അവൾ എന്തിനാ അങ്ങനെ പറഞ്ഞു? എങ്ങനെ പറയാം നമുക്ക് നോക്കാം. കണ്ണട വെച്ചാൽ കുഴപ്പങ്ങളെല്ലാം മാറും. കണ്ണട വെച്ചാൽ മാറണ കുഴപ്പമല്ലത്. ഡോക്ടറെ കണ്ടു, അവളുടെ കാര്യമൊക്കെ പറഞ്ഞു. കുറച്ച് മേജർ ഓപ്പറേഷൻ വേണ്ടി വരും. ഈ കണ്ണിനകത്ത് കോർണിയ റെറ്റിന എന്നുള്ള സാധനമുണ്ട്. അതിങ്ങനെ എടുത്ത് പൊക്കിയെടുത്ത് വെളിയിട്ടിട്ട് ശരിയാക്കിയിട്ട് തിരിച്ചു വെക്കും. പക്ഷെ തിരിച്ചു വെച്ചാൽ അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കണ്ണട വെച്ച പിള്ളേരുടെ ഫോട്ടോ ഉണ്ടപ്പോ കണ്ണട വെക്കാൻ ആഗ്രഹം തോന്നി വെച്ചാൽ അതുകൊണ്ടാ. കണ്ണട വെക്കാൻ വേണ്ടി കണ്ണി കാഴ്ചയില്ലെന്ന് പറഞ്ഞല്ലേ? കനേന്റെ അടുക്കളയിൽ തലയടിച്ച് വീണ് കുറെ ചോര പോകുന്നുണ്ട്. ദൈവമേ എവിടെ ഇടിച്ചേ? ഇടിക്കരുതാ, എന്റെ ഇടിക്കരുത്. ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1-ാം തീയതി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കാണിച്ചോണ്ടിരുന്ന കാലവരി അറിഞ്ഞേ. നിങ്ങൾ എന്താ വന്ന് പറഞ്ഞേന്ന് അറിയോ? കനകാന്റി അടുക്കളയിൽ തല അടിച്ച് വീണ് ചോരയൊക്കെ മൊത്തം പോയിന്ന്. പണ്ട് ലക്ഷ ചേച്ചി പടർത്ത് വെച്ച് കള്ളം പറഞ്ഞു. അപ്പൂപ്പന് ദേഷ്യം വന്നിട്ട് അപ്പൂപ്പ ഒരു വലിയ ഇനി ഞാൻ എവളെടുത്ത് പറഞ്ഞാൽ ചിലപ്പോ എവള് ഉറക്കത്തിൽ കിടന്ന് പേടിക്കും. എന്റെ പാടിപ്പോവും. അത് കയ്യിലും കാലൊക്കെ അതെ ഇവിടെ പാടുണ്ടല്ലേ. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യും, പോവാ. എന്തായാലും ചെല്ലുന്ന വാക്കിനെ അപ്പൂപ്പന്റെ അടുത്ത് പറയണം വലിയൊരെണ്ണം വെട്ടി വെക്കാൻ. അതെ അതെ ഒറ്റയടിക്ക് എന്നെ കള്ളം പറഞ്ഞാൽ നിർത്തണം. കേശു എന്തിനാ നീ കരയണേ? ഇങ്ങനെ കരയണേ? മക്കളെ സങ്കടം ഇതുവരെ മാറിയില്ലേ? പറ. ഒരുപാട് ആരെങ്കിലും സ്നേഹിച്ച് അവര് പിന്നെ നമ്മളെ വിട്ടു പോകുമ്പോ നമുക്ക് ഒരു വിഷമമല്ല. വിട്ടു പോയില്ല, വിട്ടുപോകാൻ പോണത് ലീല ഫ്രണ്ട്സ് പോകാൻ പോണത്. അവളുടെ പപ്പ ഇനി ബാംഗ്ലൂരിലോട്ടാണ് അവരുടെ ബിസിനസ്. അവളെ സ്കൂൾ മാറാൻ പോണത്. അവള് പോകണമെന്ന് എനിക്ക് സഹിക്കാൻ പറ്റും. മക്കൾക്ക് സഹിക്കാൻ പറ്റില്ല, നമുക്കറിയാം. അമ്മ അലിനയുടെ അമ്മയെടുത്ത് വിളിച്ചു ചോദിക്കാം ആ സംഭവം. ഓ ശരി, മക്കൾ ഇപ്പോഴേ കരയണ്ട. അവരടുത്ത വർഷം പോകണുള്ളൂ. അടുത്ത വർഷം പോകണുള്ളൂടാ. ഞാനാ ചേട്ടൻ ബെഡ്ഷീറ്റ് മര്യാദക്ക് കുറഞ്ഞിട്ട് ആ കട്ടിന്റെ താഴെ വന്ന് നോക്കും, അവിടെ എങ്ങനെ ഉണ്ടാവും. നീ അല്ലാണ്ട് പിന്നെ ആരാടി അതിനകത്ത് ഞാൻ എടുത്തില്ലെന്ന്. ചേട്ടാ ഒരു ബ്ലാക്ക് ഹെഡ്സെറ്റ് ആണോ? അതാണെങ്കിൽ കണ്ടുപിടിക്കുക ഈസിയാ. അല്ല ബ്ലൂ എല്ലാം ആണെങ്കിൽ പെട്ടുപോയത്. ഇവിടെ മാർക്കറ്റില്ല വെട്ടിയാ വെട്ട് 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 ചൂരല്ലേ നെമ്മീൻ ചൂര നോക്കടാ. എടാ എനിക്ക് 200 രൂപ. അവിടെ ആ ചട്ടി ഇരിക്കുന്നില്ലേ? ആ ചട്ടി ഇരിക്കുന്നില്ലേ അവിടെ? നീ കണ്ടാടാ? ഓ കണ്ട്. കമ്പെടുത്തുണ്ടോ? പാമ്പടാ ആ വ്യാധി ഇവിടെ ഉണ്ടെന്ന് ക്യാഷ് കണ്ടെന്ന്. വ്യാധിയുള്ളവർ കൂടെ വരണ്ട, ധൈര്യമുള്ളവർ വന്നാൽ എവിടെയാടാ? അവിടെ ഇവിടെയാ 10-200 ഇരട്ടിപ്പെട്ട പാമ്പേ. തലങ്ങും വിറകും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എഴിഞ്ഞ് നീങ്ങി പറമ്പിൽ കളിച്ച് ജനിച്ച് വളർന്നതാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. എന്റെ പുസ്തകം കാണാനില്ലല്ലേ? അച്ഛൻ പേടിക്കണ്ട, അച്ഛൻ കുറെ എടുത്തിട്ടുള്ളൂ പാമ്പിനെ. പിന്നെ പാമ്പിനെ എടുത്ത് പോടാ ചേർത്ത് പോ.